ഒരു പണിയും ലഭിക്കാത്തത് കൊണ്ട് ഒരു ബ്ലേഡ് ടീമിന്റെ കയ്യിൽ നിന്നും കാറ് വാങ്ങുന്ന കിട്ടു ടാക്സി ഡ്രൈവറായിട്ട് ഒരു പണി കിട്ടിയത് കൊണ്ടാണ് കാറ് വാങ്ങിയത്. പക്ഷേ അവന്റെ ഗേൾഫ്രണ്ടിനോടും അതുപോലെ അച്ഛനും അമ്മയോടും പുതിയ ജോലി ലഭിച്ച കമ്പനി വാങ്ങിക്കൊടുത്തതാണെന്ന് കള്ളം പറയുന്നു. അങ്ങനെ അവന്റെ ഡ്രൈവർ ജീവൻ തുടങ്ങുന്നു. അതിനിടയിൽ ഈ ബ്ലേഡുകാർ തമ്മിൽ പൈസയുടെ പേരിൽ ചെറിയ പ്രശ്നം ഉണ്ടാവുന്നു. ഒരു 5 കോടി ഈ മൊട്ട മറ്റേവനെ അറിയാതെ മുക്കി. അത് കണ്ടുപിടിച്ച മറ്റേവനെ കൊല്ലാൻ മൊട്ട ആളെയാക്കുന്നു. ഏർപ്പാടാക്കിയ ഗുണ്ടകൾ കിട്ടുവിന്റെ കാറിലായിരുന്നു കയറിയത്. കിട്ടു എക്സ്ട്രാ പൈസ ലഭിക്കാൻ ചെവി കേൾക്കാത്ത ആളായിട്ടായിരുന്നു ജോലിയിൽ കയറിയത്. ആ കൊല്ലാൻ വന്ന ടീം കാറിൽ നിന്നും പ്ലാൻ ചെയ്യുന്നത് മൊത്തം ഇവൻ കേൾക്കുന്നുണ്ടായിരുന്നു. ശേഷം പറഞ്ഞതുപോലെ സ്പോട്ടിലെത്തി അയാളെ കൊന്നുകളയുന്നു. ഇതൊക്കെ കണ്ട ഡ്രൈവറിനെ കൂടെ കൊന്നിട്ട് പോകാമെന്നായിരുന്നു അവരുടെ അടുത്ത പ്ലാൻ. പിന്നീട് പേടിച്ചായിരുന്നു ഇവൻ വണ്ടി ഓടിച്ചത്. അങ്ങനെ കിട്ടുവിനെ കൊല്ലാൻ തോക്കെടുത്ത ഗുണ്ടകൾ പോലീസിനെ കണ്ടപ്പോൾ ഓടി ഒളിച്ചു. ഈ സമയം അവൻ ജീവനും കൊണ്ട് വണ്ടി വിട്ടു. കൊന്നവർക്കുള്ള പണം വെച്ച സ്ഥലത്തെ കോഡ് കിട്ടു കാറിൽ നിന്നും കേട്ടിരുന്നു. ശേഷം അവൻ ആ കോഡ് പറഞ്ഞ് പൈസ കൈക്കലാക്കുന്നു. അടുത്ത ദിവസം മുതൽ കിട്ടു പൈസ കൊണ്ട് ഏറും കളിയുമായിരുന്നു. 2 ദിവസത്തിന് ശേഷം അവനെ തേടിയ ഗുണ്ടകൾ വീട്ടിലെത്തുന്നു. മറുവശത്ത് ലോൺ അടക്കാൻ മറന്നുപോയ അവന്റെ കാർ എടുക്കാൻ വന്ന ബ്ലേഡുകാരും അവൻ പണം കണ്ടില്ല എന്ന് പറഞ്ഞ് ഗുണ്ടകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു. ശേഷം നടന്ന കാര്യമൊക്കെ പറഞ്ഞ് അവന്റെ വീട്ടുകാരെ അവിടെ നിന്നും മാറ്റുന്നു. കൊന്നവരെ കണ്ട ഇവൻ അത് പറയാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. ഈ കാര്യം CI അറിഞ്ഞപ്പോൾ CI തന്നെ ആ കൊട്ടേഷൻ നൽകിയ ബ്ലേഡുകാരനെ വിളിക്കുന്നു. ശേഷം അവർ പുതിയ ഡീൽ ഉണ്ടാക്കുന്നു. കിട്ടുവിനെയും ആ 2 ഗുണ്ടകളെയും കൊന്ന് കേസ് ക്ലോസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. 5 കോടിക്കായിരുന്നു പോലീസുകാരൻ ഈ ഡീലേറ്റത്. CI അവനെ കൊല്ലാൻ കാട്ടിൽ കൊണ്ടുപോയെങ്കിലും അവിടെ നിന്ന് തോക്കും കൊണ്ട് അവൻ രക്ഷപ്പെടുന്നു. അവസാനം ഗുണ്ടകളും കൊട്ടേഷൻ ടീമും പോലീസും എല്ലാവരും ഒരു സ്ഥലത്തെത്തുന്നു. ഗുണ്ടകൾക്ക് വേണ്ടത് പണം, അത് കാറിലാണുള്ളത്. ബ്ലേഡുകാർക്ക് വേണ്ടത് കാറും. അതുപോലെ ആ പോലീസിനെ കിട്ടുവിനെയും ഗുണ്ടകളെയും കൊല്ലണമായിരുന്നു. കിട്ടു എങ്ങനെയോ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. പോലീസും കാറും കത്തിപ്പോകുന്നു. അതുപോലെ